ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. ജലാകണ്ണമകലാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മീൻകറിയാണ്. മത്തി മുളകിട്ട് ചോറും. എന്തൊക്കെ കൊണ്ടുവന്നത് നോക്കിയാണെങ്കിൽ പച്ചമുളകുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, മല്ലിച്ചപ്പത്ത് ലാസ്റ്റിക്ക് ഉള്ളതാണ് റെഡിയാക്കി വെച്ചാൽ. പിന്നെ അതാ തക്കാളി 4 പീസ് ചെറിയ തക്കാളി, 2 ഉള്ളി. ഉള്ളി കട്ടിങ് മുതൽ തുടങ്ങാം. ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചട്ടിയിലിടും എണ്ണ വെച്ചിട്ട്. ഉള്ളി വാടുമ്പോൾ തന്നെ നമുക്ക് ഞാൻ അതിന് ആവശ്യമുള്ള സാധനമാണ് ലേശം പുളി. നമ്മളിപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ ഒന്ന് കുതിർന്നും ചെയ്തോളൂ. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയും ചെയ്യാം. പോരാ മുമ്പോട്ട്. അപ്പോൾ നമ്മൾ ചട്ടി ഓണാക്കിയിട്ടുണ്ട്. തീരെടുത്ത് ഞാൻ സൺഫ്ലവർ ആട്ടോ ഉപയോഗിക്കണേ. അരിഞ്ഞ വെച്ച 2 ഉള്ളി ഉണ്ട്, അതിക്ക് ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് നല്ലോണം വാടണം. കുറച്ച് വാടിയതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുക, തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ ഏകദേശം അപ്പോൾ ഒന്ന് വാടും ചെയ്യും. പിന്നെ ഉള്ളിപ്പൊട്ടല്ല, നിങ്ങൾ അതിനുള്ള ഇഞ്ചി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ ഇത് ചെറുതാക്കി നമ്മളെ ചെറിയ പീസാക്കി ഇനി വെളുത്തുള്ളി അരിഞ്ഞൊക്കെ നമുക്ക് പുതിന ഉള്ളി വാടി ആണല്ലേ. അപ്പോൾ നമ്മൾ പച്ചമുളക് കീറി ഇതാണ്ട് അത് നീളത്തിലാണ് കീറണം. എന്നിട്ടൊരു 4 പീസാക്കും. ബസ് നമ്മൾ തക്കാളിയും കൊണ്ട് ഇതിലേക്കാണ് അരിഞ്ഞു വെച്ചാൽ. ഞാൻ ദുബായിൽ ഒരു ദിവസം കറി ഉണ്ടാക്കിയപ്പോൾ പുറത്ത് ആൾക്കാർ ഇങ്ങനെ വട്ടം കുടിക്കും. കറി ചോദിച്ചു വന്നാണ് ആൾക്കാർ. ടേസ്റ്റ് ഉണ്ട്, വല്ലാത്ത ജാതി. ഞാൻ ബാക്ക് സൈഡ് കൂടെ മുങ്ങി, കറിയും കൊണ്ട് മുങ്ങി. കാരണം ഇത് എങ്ങനെ കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കണ്ടേ. വല്ലാത്ത ജാതി അങ്ങനെ മുങ്ങിയത്. അപ്പൊ നമ്മള് പാകത്തിന്റെ ശേഷം ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കണ്ട. ഉള്ളി പെട്ടെന്നൊന്നാണ്ട് ബാടിക്കോളും. അതിൻ്റെ ബാക്കിയുള്ള തക്കാളി ഉള്ളി ഏകദേശം വാടിയിട്ടാണ്, പകുതി മുക്കാലും വാടിയിട്ടുണ്ട്. അതിൻ്റെ കഴിഞ്ഞ് നമ്മൾ കട്ട് വെച്ച തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളതിന് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇട്ടാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 1/2 സ്പൂണ് കൂടണ്ട വെച്ചിട്ട് മഞ്ഞ കളറാവും. കാശ്മീരി ഇട്ടാക്കാം. കാശ്മീരി മുളക് പൊടിയാണ്, കാശ്മീരി പൗഡർ ഇംഗ്ലീഷിൽ. പിന്നെ ഒരു 3 സ്പൂൺ, ചെറിയ സ്പൂണാണ്. ഇനി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അതേപോലെ ഞങ്ങൾ 2.5 സ്പൂൺ ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, 2.5 സ്പൂൺ. ഇനി അതേപോലെ നമ്മൾ മുളക് പൊടി, മറ്റേതിൽ മുളകും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ലേശം ഇടുന്നുള്ളൂ. എരി കൂടിയാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ചാളക്കറി അല്ലേ, നമ്മളെ നാട്ടിൽ എന്താ പറഞ്ഞൊക്കെ മത്തി പറയും, ചിലവർക്ക് ചാളെന്ന് പറയും, മറ്റുള്ളവർക്ക് വേറെ എന്തൊക്കെ പറയും. അപ്പം നമ്മൾ അലച്ചെന്നാലേ
വേട്ടത് ബാസറി ചൂടായാലേ ബാസറിൽ നല്ല അമർത്തി പിടിച്ചു കേട്ടോ അത് സാധനം തെറിച്ചു. ഓണിലല്ല ഇവിടെ ഓഫാക്കി മൂടിയാൽ നല്ല മൂടി കുടിച്ചു കൊടുത്തായിട്ടാണ്. പുളി വെള്ളത്തിൽ തെച്ചിന് ആ പുളിവെള്ളം ഒഴിക്കുക കഴിഞ്ഞു. ഇതിലാകുമ്പോൾ ഒരു സുഖമാണ്, ആ ചണ്ടി കൊടുക്കില്ല. റെഡി ആയിക്കഴിഞ്ഞ് മീനുണ്ട് ഇട്ട് കൊടുക്കുന്നത്. മാഷാ അല്ലാഹ് നമ്മളെ മത്തി പെരുമത്തി കേട്ടോ. ഒരു പാത്രത്തിൽ 3 പോവുള്ളൂ, പിന്നെ 4 ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനത്രയും വലിപ്പമുണ്ട് പെരുമത്തി. അപ്പോൾ നമ്മളെ കറി ഏകദേശം റെഡിയായി. ഇൻഷാ അല്ലാഹ് ഇനി ലാസ്റ്റ് ഒരു ചൊറുക്ക് ഇട്ടിട്ടുണ്ട്, ഒരു ഡെക്കറേഷൻ ചെയ്യില്ല, മല്ലിച്ചപ്പ് ഇട്ടിട്ട്. മല്ലിച്ചപ്പില്ലാത്ത കറി മീൻ കറി ഒരു ഓണം ഉണ്ടാവില്ല. അപ്പോൾ ഇനി അതുകൊണ്ട് ചെയ്യാം. ഇത് കുറച്ച് നേരം മൂടി വെച്ച് മത്തി അതൊന്ന് മീൻ വെന്താൽ 5 മിനിറ്റ് വെന്താണ്. അപ്പോൾ നമ്മളെ കറി ഏകദേശം റെഡി ആയിന്ന്. അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ വർക്കാണ് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുക. അപ്പോൾ നമ്മളെ കറി ഇൻഷാ അല്ലാഹ് മത്തിക്കറി റെഡിയായി. ചാളക്കറി. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കല്ലേ. ധൈര്യമായിട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സഹകരിക്കുക. ഓക്കെ, റെഡി അല്ലേ? നോക്കാം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസ് നമുക്ക് പുതിയ ഐറ്റംസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.